നമസ്കാരം ഗൈസ്, വെൽക്കം ബാക്ക് ടു കുറേ വ്ളോഗ്സ്. നമ്മൾ മട്ടാഞ്ചേരി ആട്ടാ, ഞങ്ങളുടെ അങ്കിളുടെ കടയിലോട്ടൊന്ന് കാണാൻ വന്നാൽ നേരെ അങ്ങ് കാണുന്നതാണ് ജ്യൂസ് സ്ട്രീറ്റിൻ്റെ ഏരിയ. സിനഗോഗൊക്കെയാണ് അവിടെ. ഇന്ന് ഉച്ചവരെ ഉള്ളൂ, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഉച്ചവരെ ഉള്ളൂ. ഈ ബിൽഡിംഗ് ഒന്നും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. മോഡിഫൈ ചെയ്യാം, എന്തോ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പെർമിഷൻ ഒക്കെ വേണം. ഒക്കെ പഴയ ജൂയിഷ് ഹൗസുകളാണ്. യെസ്. നമുക്ക് വഴി കാണിക്കാനായിട്ട് എൻ്റെ കസിൻ ഉണ്ട് കേട്ടോ, കസിൻ ഡിയോൺ. ഞാൻ ഷാലു എന്ന് വിളിക്കും. ഷാലു, ഇന്ന് ഇവിടെ തിരക്ക് ഭയങ്കര. ഇന്ന് ഷിപ്പുണ്ട്, പിന്നെ വീക്കെൻഡും ആണല്ലോ. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. നാളെ ലോക്കൽസ് ആയിരിക്കും കൂടുതൽ. ഇന്നിപ്പോൾ ഷിപ്പ് ഉള്ളതുകൊണ്ടാണ് കുറേ ഫോറിൻ ക്രൗഡ്സിനെ കാണാൻ പറ്റും. ഷാലിന് ഇവിടെ ഷോപ്പാട്ടാ, ഇവിടെ സ്പൈസ് മാർക്കറ്റും സ്പൈസ് ഗാർഡനും ഒരു ആൻറ്റിക് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സും എല്ലാം ഒന്ന് കാണാം. ഇന്ന് നല്ല രസമുള്ള ദിവസമായിരിക്കും. മട്ടാഞ്ചേരിയിലാണ് സ്ഥലം. ജൂ ടൗൺ. സിനഗോഗിൻ്റെ എൻട്രൻസ്. ഇത് എത്ര കൊല്ലം? 450 കൊല്ലം അല്ലേ? ഇത് 16th സെഞ്ച്വറി. 16th സെഞ്ച്വറി. ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട്. ആൾക്ക് 10 രൂപ. ഞാൻ ഓൾറെഡി ഉള്ളിൽ കയറിയതാണ് കേട്ടോ. പിന്നീടാണ് ഞാൻ ആലോചിച്ചത് വീഡിയോ പറഞ്ഞെടുത്താലോ. 450 വർഷം കൊണ്ട് പഴക്കമുണ്ടെന്ന് പറയും. ഈ റോഡിന് പാരലായിട്ട് അപ്പുറത്തൊരു റോഡുണ്ട്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് പ്രൈവറ്റ് ആയിട്ടൊരു ആളുടെ ബിൽഡിങ്ങിന് ഉള്ളിൽ കൂടി ഒരു വഴിയുണ്ട് അല്ലേ? അല്ല, എത്നിക് പാസേജ്. ഉള്ളിൽ നല്ല വൈബാണെന്നുണ്ടോ? ലൈറ്റൊക്കെ കണ്ടോ ഇവിടെ? അപ്പോൾ പോകുന്നവർക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല പല ഐറ്റംസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങ് നടന്നാലോ അങ്ങോട്ട്? സ്ഥിരം മൂവി ലൊക്കേഷൻ ആണ് ഇതൊക്കെ. ഈ എസ്ര ഷൂട്ട് ചെയ്ത സ്ഥലം എവിടെ? എസ്ര ഷൂട്ട് ചെയ്തത് ഒരു ഷോപ്പിലാണ്. ഷോപ്പ് അവിടെ. പിന്നെ ഗ്രാമഫോൺ ഹെറിറ്റേജ് ആർട്സിലാണ് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല. ഡിബോക്കൊക്കെ വാങ്ങാൻ വന്നത് ഒരു ഷോപ്പിലാണ്. പിന്നെ ഗ്രാമഫോൺ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ അടുത്ത് പൃഥ്വിരാജിന്റെ ഒരു ഷൂട്ടിംഗ് ഇവിടെ ആയിരുന്നു പറഞ്ഞത്. ഇവിടെ ആക്ച്വലി വണ്ടികൾ വരില്ല, പക്ഷെ ആ ഷൂട്ടിംഗ് ഇവിടെ ഒരു സ്ട്രീറ്റ് പോലെ ആയിട്ട് വണ്ടികളൊക്കെ മേടിച്ചിട്ട് വന്നത്. പിന്നെ കിങ് ഓഫ് കോട്ടയുടെ ഫൈറ്റ്, ലാസ്റ്റ് ക്ലൈമാക്സ് ഷൂട്ടൊക്കെ ഇവിടെ അടുത്തുള്ള കിങ് ഓഫ് കോട്ട കണ്ടല്ലോ. അവസാനത്തിലെ ക്ലൈമാക്സ് ഷൂട്ടൊക്കെ സ്ട്രീറ്റ് കാണിക്കണില്ല, ഉള്ളൊരു ഗോഡൗണിലാണ് കാണിക്കുന്നത്. പെയിന്റ് അടിച്ചിട്ടൊന്നുമില്ലെങ്കിലും ബിൽഡിംഗ് കാണാൻ ഭയങ്കര ഭംഗിയല്ലേ? എല്ലാം ജൂയിഷ് ഹൗസ്, പഴയ ജൂതന്മാരുടെ വീടുകളാണ്. പിന്നെ ഗോഡൗണുകളാക്കി, പിന്നെ ഷോപ്പുകളായി. ഇവിടെ അടുത്തായിട്ട് ഒരു കൊട്ടാരം ഇല്ലേ? ഡച്ച് പാലസ്. ഡച്ച് പാലസ് അല്ലേ? കൊച്ചി രാജാവ് ഇവിടെ മറ്റേ അഭയാർത്ഥികളായി വന്ന ജൂതന്മാർക്ക് പണിയാനായിട്ട് കൊടുത്തു. ആക്ച്വലി അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഡച്ച് പാലസ് കാണാം. ഒക്കെ ഒരു 100 meters ഡിഫറൻസിലേക്കാണ്. പിന്നെ അതിന് മുറ്റൊരു സെറ്റിൽമെന്റ് പോലെ വീടുകൾ വന്നു. പിന്നെ അത് ജൂ ടൗൺ ആയി. പിന്നെ ഇവിടെ തന്നെ ഇപ്പോൾ കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ മട്ടാഞ്ചേരി ഓപ്പൺ ആയിട്ടില്ല. ബാക്കി ഓൾറെഡി വാട്ടർ മെട്രോ റണ്ണിങ് ആണ്. മട്ടാഞ്ചേരി ഇപ്പം ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാർ വരും, ലോക്കൽസും അല്ലാണ്ട്. സാറാ കോഹൻ എന്ന് പറഞ്ഞ ജൂയിഷ് സ്ത്രീ ഏറ്റവും അവസാനം വരെ മാർക്കറ്റിൽ താമസിച്ച് ഇവിടെ തന്നെ മരിച്ചുപോയ ഒരു ജൂയിഷ് സ്ത്രീയാണ്. ബാക്കിയുള്ളവരൊക്കെ ഒരുവിധം ആൾക്കാർ പടമല്ലേ? അതെ, അവരുടെ എംബ്രോയിഡറി ഇതാണ് മാഡം. ബാക്കിയുള്ളവർ ഒരുവിധം ഇസ്രയേലിലോട്ടും മറ്റു സ്ഥലത്തോട്ടൊക്കെ പോയി. ഇവരിവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ തന്നെ മരിച്ചു. ഇവിടെ ഇപ്പൊ ആരും ഇല്ല വേറെ. ഇപ്പൊ ഒരു അങ്കിളുണ്ടെന്ന് തോന്നുന്നു, അവിടെയാണ് ഫ്രണ്ട്സ്. പക്ഷെ ഇവര് മരിച്ചതിന് ശേഷമാണ് ആള് വന്നത്. അതെ, ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ബിസിനസ് മാനാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്റെ വണ്ടി, അവന്റെ ബൈക്ക് ബുള്ളറ്റ്. നമുക്ക് ഇവിടുന്ന് അങ്കിളുടെ കട തുടങ്ങാം. ആദ്യത്തെ കട ഇതാണ്, സ്പൈസസ്. അതിൻ്റെ അപ്പുറത്ത് ആൻറ്റിക് ഷോപ്പുണ്ട്. ഫുള്ളെല്ലാം കാണാം. അതെ, വറവത്സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും മുഹമ്മദിക്കോ വിഷം അടിക്കാത്ത സാധനങ്ങളാണ് വളരെ ഫ്രഷാണ്. നമുക്ക് ഞാൻ ഫ്രണ്ടിൽ കൂടെ വരാം. ഈ സ്ട്രീറ്റ് എന്നും ഭയങ്കര വൈബാണ്, നിറച്ച ആൾക്കാർ. ബിസിനസ് മാൻ. യെസ്, ഓക്കെ. നമ്മുടെ പഴയ എക്സിബിഷൻ ഡാഡിയൊക്കെ ഉണ്ട്. എൻ്റെ അപ്പൻ, ഇതെൻ്റെ അപ്പൻ, ഇത് ഇവൻ്റെ മമ്മി, ഇത് ഇവൻ്റെ ഡാഡി, ഇത് എൻ്റെ ഈ അങ്ങേരുടെ അനിയൻ, ഇവരുടെ രണ്ടുപേരും ചേട്ടൻ, എല്ലാവരും ഉണ്ട്. ബി ഡി ദേവസ്വം എം എൽ എ. ഓ യെസ്, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ MM ലോറൻസ് സാറ്. ഇന്നസെന്റ് ഉണ്ട്, ഇന്നസെന്റ് ഇരിഞ്ഞാലക്കുടയിൽ ഇന്നസെന്റ്.
സെറ്റ് സുഡോക്ക് എനിക്കാ. ഓ മൈ ഗോഡ്, ഈ നല്ല നല്ല കട്ടിയുണ്ട് ഈ സാധനത്തിന്. ബ്രാസാണ്. റോമൻ ആർമി ചെസ്. പുതിയ പീസുകളാണ്, ന്യൂ പീസസ്. ഡിസ്കൗണ്ട് കൊടുക്കണം വരുന്നവർക്ക്. പ്രത്യേക കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പണ്ടത്തെ റേഡിയോസ്, പണ്ടത്തെ റേഡിയോ, പണ്ടത്തെ പെട്ടികൾ. എന്റെ പൊന്നെ, പീസ്ഫുൾ ആണ്. എന്നും വന്നാലും ഫ്രഷ് ആയിട്ട് തുടങ്ങാം. അതെ, ആദ്യം എന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യാം. പക്ഷെ ആദ്യം എന്നവർക്കൊക്കെ ശരിക്കും ഫീൽ ചെയ്യും പോസിറ്റീവ് എനർജി. പണ്ടത്തെ നോക്കി ഞാൻ വരുമ്പോ എല്ലാ ദിവസവും നമ്മട്ട് കളിക്കുകയൊക്കെ ചെയ്യും. വർക്കിംഗ് കണ്ടീഷൻ ഇതെല്ലാം വർക്കിംഗ് കണ്ടീഷൻ. ലാൻ കുത്തി കഴിഞ്ഞാൽ വർക്കിംഗ്. എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് ഞാനൊരു 5-6 മാസം ഡെയിലി വരുമായിരുന്നു. ചുമ്മാ വീട്ടിലിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡെയിലി ഇവിടെ വന്ന് കച്ചവടത്തിനൊക്കെ സഹായിച്ച്. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്ന ഫാനാണ്. പണ്ടത്തെ സെറ്റപ്പാണ്. മണ്ണെണ്ണയുടെ വിളക്ക് ഉള്ളി കൊടുക്കുന്നു, ഇവിടെ എന്തൊക്കെയോ സെറ്റപ്പ് ചെയ്യുന്നു, തന്നെ കറങ്ങുന്നു. ബാക്കി വർക്കിംഗ് കണ്ടീഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാനും എന്റെ ചേട്ടനും പിന്നെ ഞങ്ങളുടെ വേറെ കസിൻ ബ്രദർ, ഞങ്ങൾ 3 പേരും കൂടി മാത്രം ഒരാഴ്ചയോളം വന്നിട്ടുണ്ടായിരുന്നു. വേറെ ആരുമില്ല, ഫാദറില്ല, അങ്കിളില്ല, ആരുമില്ല. ഞങ്ങൾ 3 പേരും മാത്രം ഒരാഴ്ചയൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട്. ഇത് പണ്ടത്തെ ക്യാമറ, സിനിമയിലൊക്കെ ഉള്ളത്, ഷീറ്റൊക്കെ വെച്ച് മൂടിയിട്ടുള്ള സെറ്റപ്പ്. ഇത് ഭയങ്കര പഴയതാണല്ലേ. സൂഡോക്ക് എനിട്ടല്ലോ കുഞ്ഞിക്കുട്ടി. ചിരിച്ചേടാ, ഒന്ന് ചിരിച്ചേടാ. അയ്യോ, അല്ല ആ കറക്റ്റ് വളഞ്ഞ്. ഇത് ഫ്രിഡ്ജല്ലേ? മണ്ണെണ്ണ ഇറക്കിയാണ് ഫ്രിഡ്ജ്. അതൊക്കെ എങ്ങനെയല്ലേ മണ്ണെണ്ണ ഇറക്കിയാണ്? ഇത് ക്ലോക്ക് ഇതൊക്കെ പുതിയ വെറൈറ്റി. ഞാൻ ഇത് കണ്ടല്ലോ ഇങ്ങനത്തെ മുമ്പ് എടുത്താ. അതിന് പുതിയ വെറൈറ്റി ഉദ്ദേശിച്ചത് ഞാൻ കണ്ടിട്ടില്ല പണ്ട് വന്നപ്പം. ഇത് സൂപ്പർ സാധനല്ലേ? ആ, നല്ല വെയിറ്റ് ഉണ്ട്. ഈ സൗണ്ട് മറ്റേ ഇതാണ്, വാർണിംഗ് സൗണ്ട് ആണ്. കോൾ മൈനുകൾ ഉപയോഗിക്കുന്നതാണ് ഇത്. ജർമ്മൻ ഇതാണ്, ഇംഗ്ലീഷ് കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടി ഉണ്ട്. ഫോർ ആൻഡ്രി യൂൾസ് ആൻഡ് കമ്പനി, ജർമ്മൻ ഇത് ചെയ്ത് വെച്ച് കൊടുത്തേക്കുന്നത് കോൾ മൈൻ. എൻ്റെ അമ്മ, ഇതൊക്കെ വർക്കായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നല്ല. ഇത് ഇത് സ്റ്റോർ ഞങ്ങൾ ബബിളൊക്കെ ഇട്ട് വെച്ച് മുകളിലോട്ടൊന്നും നേരിട്ടൊന്നല്ല. ബാക്ക് ഇതെന്ത് പ്രസ്സായിരുന്നു? ഇത് പ്രസ്, കൊളംബിയൻ പ്രസ് എന്ന് പറയും. കൊളംബിയൻ പ്രസ്. പക്ഷെ ഇത് UK സ്റ്റീൽ വർക്കിംഗ് ആണ്. ഡിറ്റാച്ചബിൾ പീസുകളല്ല, അസംബിൾ ചെയ്തെടുക്കാം. ഇതൊക്കെ ഇടല് ഊഞ്ഞാൽക്കട്ടില്. ഈ സാധനം മറ്റേ ഇതിൻ്റെ അല്ലേ? ചുടുക്കുവേ. ഗ്രാമഫോണിന്റെ ഡിസ്കുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഡിസ്ക്. സെറ്റ്. ഇത് അടുത്ത് കുഞ്ഞാൽ കെട്ടില്. ഇത് നല്ല കൊത്തുപണിയൊക്കെ ഉണ്ട് കേട്ടോ. ഷാലുവേ, ഇത് പറഞ്ഞെടുത്ത് വീട്ടിൽ കൊണ്ടിടേ. ഇതേ മനുഷ്യസാറിൻ്റെ ഡോറ്, ഗംഗയുടെ ഡോറ്. ഇതാണ് എണ്ണത്തോണി എന്ന് പറയുന്നത്. എണ്ണത്തോണി. ഈ റേഡിയോ എൻ്റെ പൊന്നി, ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഊരിക്കളഞ്ഞിട്ടേ USB കുത്തുന്ന സെറ്റപ്പ് ഉണ്ടാകണം. പുറമെ ഇത് നല്ല പോളിഷൊക്കെ ചെയ്ത് ചിലതിൽ FM കയറ്റിയിട്ടുണ്ട്. ഇതിപ്പോ ടോൺ FM ഉണ്ട്, പിന്നെ ഫിലിപ്സ്, മർഫി, ബുഷ്. അത് വാല്യങ്ങളാണ്. ഡാഡിക്ക് ഇതിനൊക്കെ ഭയങ്കര ഐഡിയ. മുംബൈ പോയപ്പോൾ വാല്യങ്ങളാണ് ഇതെല്ലാം കാണിച്ചു തന്നത്. ഒരാവണ ഞാനും പുള്ളിയുടെ ഡാഡിയും എൻ്റെ ഡാഡിയും കൂടി മുംബൈ പോയിട്ടുണ്ടായി. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് പോയോ? എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. അവിടെ ഇതുപോലത്തെ സ്ട്രീറ്റ് അല്ലേ? അവിടെ ഇതുപോലത്തെ സ്ട്രീറ്റ്, പക്ഷെ അവർ ഹോൾസെയിലേഴ്സാണ്. ഹോൾസെയിലേഴ്സിൻ്റെ എല്ലാം ഉണ്ട്. പക്ഷെ ആൻറ്റിക്സ് അല്ല, ഇവിടെ പുതിയ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്. ആൻറ്റിക്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ നല്ല നല്ല ക്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ ആ ഡിസ്പ്ലേയിലുണ്ടായ അതെ, അതുപോലെ തന്നെ അല്ലേ? പണ്ടത്തെ എന്താണ്, മലപ്പുറം കത്തി മുതൽ ആഫ്രിക്കൻ ഗൊറില്ലകൾ ഉപയോഗിക്കുന്ന കട്ടാരങ്ങൾ വരെയുണ്ട്. എല്ലാം ഉണ്ട് മ്യൂസിയത്തിൽ. ഇതാണ് ഞങ്ങളുടെ മ്യൂസിയത്തിന്റെ പേരായിരുന്നു. ആ ഡിസ്പ്ലേ തന്നെ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യണം. തിരിച്ചിവിടെ തന്നെ കൊണ്ട് വെച്ച് കുന്തങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ആൾക്കാർ സിനിമ ഷൂട്ടിങ് ആരൊക്കെ കൊണ്ടുപോയിരുന്നില്ല ഇവിടെ നിന്ന്? ഇല്ല.
ഇത് പണ്ടത്തെ കൊച്ചിന് ഊഞ്ഞാല്. ഓ ഇതിനുള്ളിൽ തണുപ്പാട്ടോ. അതേ മുകളിൽ മച്ച സെറ്റപ്പാ. ആയി ആളിങ്ങനെ നോക്കണേ. ഇത് എവിടേക്ക് എന്നെ കൊണ്ടുവന്നേക്കണേ ഡാഡേ? ആ ശാലുപോ വന്നേക്കണേ. കാര്യമാണോ? ഞാൻ ചിരിക്കുവാണെന്ന് വിചാരിച്ചത്. ഇല്ല, അത് 2 2 in 1 ആണ്. ഈ കട്ടിലോ ഇത് മറ്റേ മണിച്ചിത്താലിൻ്റെ കട്ടിലല്ലടാ? അതേ സപ്പർമഞ്ചൽ. ഇതിനെക്കാട്ടും വലുത് പറഞ്ഞ കടലിരിപ്പുണ്ടോ അവിടെ? ഞാൻ കണ്ടായിരുന്നു. ആ കൊറട്ടി കടയിലേ ഇതിനെക്കാട്ടും വലുത് പറഞ്ഞുണ്ട്. ആ സെറ്റപ്പ് സാധനം. പണ്ടത്തെ തുലാഭാരം. പീരങ്കി ഉണ്ടകൾ. അതായത് മണ്ണെണ്ണ കൊണ്ടുള്ള അയൺ ബോക്സ്, താളിയോല ഗ്രന്ഥങ്ങൾ. ഇതിനുള്ളിൽ എൻ്റെ രഹസ്യങ്ങൾ ഞാൻ എഴുതിച്ചിട്ടുണ്ടായി. സത്യം. വേറെ വലിയ പീരങ്കി ഉണ്ട്. നല്ല ചൂടാട്ടാ പുറത്ത്. ആ പുറത്ത് നല്ല ചൂടുണ്ട്. IRS-ലാണ് ലോകത്തെ ഏറ്റവും വലിയ ഇൻസെൻസ് സ്റ്റിക്കും ഉണ്ട്. എന്ത് സ്റ്റിക്ക്? ഇൻസെൻസ്, ചന്ദനത്തിരി. പിന്നെ പെർഫ്യൂം ബോട്ടിലുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് കടയിലാണ് ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ വാർപ്പുള്ളത്. അത് കാണാം. അതിന്റെ പിന്നെ പോണ വഴിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ചുണ്ടൻവള്ളം ഇല്ലേ? ചുണ്ടൻവള്ളം ലോകത്തെ ഏറ്റവും വലുതാണെന്ന് അറിയില്ല. ചുണ്ടൻവള്ളം കിടക്കണ്ട വലിയ സാധനം ഉണ്ട്. നമുക്ക് നോക്കാൻ പോയിട്ട്. നമ്മുടെ കൂട്ടത്തിൽ അൽസാഫി വന്നേട്ടാ. ഞാൻ ഞെട്ടിപ്പോയി. ഇൻസ്റ്റാഗ്രാമില് നമ്മുടെ യൂട്യൂബില് വീഡിയോ കണ്ട് നമ്മുടെ ഫ്രണ്ടായതാണ്. അൽസാഫി കൊച്ചിയിലല്ലേ? മട്ടാഞ്ചേരി വലിയ ദൂരമില്ല. വളരെ സന്തോഷം. എനിക്കും വളരെ സന്തോഷം. ഞാനും ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടൊരു വ്യക്തിയെ നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല. അതിനേലും സുന്ദരനാണ്. ഒരു മുട്ടായി മേടിച്ചു കൊടുത്താൽ അൽസാഫി വർക്കിലായിരുന്നു. വർക്കിന്റെ ഇടയിലല്ലായിരുന്ന? ആ വർക്കിലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കൊറേ നാളത്തെ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കണ പോലെ കാത്തിരുന്ന് എന്താ ഇവിടെ വണ്ടിട്ടേക്ക് അവിടെ വാതിക്ക് തന്നെ പോലീസ് ഉണ്ടായി. ഇവിടെ ചിറ്റ ഡ്രസ് വല്ലതും നോക്കിപ്പോ നല്ല പ്രൈസിന് ഞാൻ മേടിച്ചു തരാം. കാനഡ പോലെ ദൈവമേ. പോലീസ് മ്യൂസിയം. പെർഫ്യൂം ഷോപ്പ് പോയി. എൻ്റെ പൊന്നെ, അതിന് ഉൾഭാഗം കണ്ട ഷർമ. ഇത് നമ്മുടെ കടയായിരുന്നു. അതിൻ്റെ ഉള്ളിലോട്ടുണ്ട് വാർപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ വാർപ്പ്. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് വാർപ്പ്. അമ്പോ ഹംബോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാനിത് സ്ഥിരം കാണണമായിരുന്നു. കിടിലം പെർഫ്യൂം ഷോപ്പാട്ടോ. എൻ്റെ പൊന്നെ, മുകളിലത്തെ മച്ച ഫുള്ള് കുപ്പിയാട്ടോ. സെറ്റ്. എടാ നമ്മുടെ ടേബിൾ ഇവിടെ ആയിരുന്നില്ല, ഇവിടെ ഇരിക്കും. ആ മ്യൂസിയത്തിന്റെ എൻട്രൻസ് ഇവിടെ ആയിരുന്നു. അമ്മേ, ഈ കാണുന്നത് ചന്ദനത്തിരിയാണ്. ഒരട്ടേച്ച് കൊടുക്കും. കമോൺ പ്ലീസ്. 412 കിലോ വെയിറ്റ്. നല്ല മണമുണ്ടല്ലോ ഒരു സാധനങ്ങൾക്ക്. ഇത് കൊന്തിരിക്കാന്ന് എനിക്ക് തോന്നി. നല്ല ഗം റോസിൻ ആണോ? വേൾഡ്സ് ബിഗ്ഗസ്റ്റ് പെർഫ്യൂം ബോട്ടിൽ. അമ്മേ, എടാ നമ്മുടെ വാഷ്റൂം അവിടെ തന്നെ ഉണ്ടോ? എൻ്റെ പൊന്നെ. ഓ ഇല്ല, ഒട്ടുമില്ല. നല്ല ഭംഗിയായിട്ടുണ്ട്. ഞങ്ങളുടെ ഗോഡൗൺ ലുക്കായിരുന്നു ശർമ്മ. പക്ഷേ ഇവരിത് സൂപ്പറാക്കി എടുത്തു.
ഇത് മുകളിലൊക്കെ നോക്കി എന്ത് ഭംഗി നോക്കി. ആക്ച്വലി ഇത്രയും നല്ല ഹൈറ്റിന് മേളിലോട്ടുണ്ട് ആ ഇത്. പക്ഷെ അവര് ക്ലോസ് ചെയ്തിട്ട് സെറ്റാക്കി നല്ലതായിട്ട് ടൂ ലെയർ ആക്കി വെച്ചേക്കായിരുന്നു. ഇതിന് കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റിന് മേളിലോട്ടുണ്ട് സെറ്റ്. നിങ്ങൾക്ക് പെർഫ്യൂം ഒക്കെ വേണമെങ്കിൽ ഈ കടലോട്ട് വന്നോട്ടെ. ഇവർക്ക് എത്ര ഷോപ്പ് ഉണ്ട് ഇവിടെ? ഇവിടെ മാർക്കറ്റിൽ 2 ഷോപ്പ്. ഇവര് ബ്രദേഴ്സ് ആണ്. ഇവര് ബിസിനസ് ഒരു 4 ബ്രദേഴ്സ് ആണ്. പിന്നെ ഇതിപ്പോ വാങ്ങുന്നുണ്ടെങ്കിൽ കൂടി ഇതൊരു 1 ടൈം വാച്ചബിൾ ഷോപ്പാണ്. പിന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതം പോലെ രസമുണ്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. ഇപ്പൊ തന്നെ ഇപ്പൊ ഉച്ച 2 മണിയാണ്. എത്രയോ ആൾക്കാരുണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, ഫോറിനേഴ്സ് ഉണ്ട്. സെറ്റാണ്. ഈ റോഡൊക്കെ നമ്മുടെ മുംബൈ പോലീസ് സിനിമയിലൊക്കെ അല്ലേ? മുംബൈ പോലീസ് ഇത് കൂടി നടന്നുകൊണ്ട് പൃഥ്വിരാജ് പുള്ളിനെ കാണുന്ന മഞ്ഞ വസ്തു ഓടിക്കുമ്പോ പുള്ളി പൃഥ്വിരാജിനെ കണ്ടിട്ട് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം എന്നൊക്കെ പറഞ്ഞ് പോണത് കുറെ സിനിമയിലുണ്ട് കേട്ടോ. സ്ട്രീറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല, കുറെ സിനിമകളിലുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ സ്ട്രീറ്റ് പകൽ ടൈമിൽ, അതായത് വർക്കിംഗ് അവേഴ്സിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പെർമിഷൻ ഇല്ല. എന്ത് ഷൂട്ടിംഗ് ഇല്ല. എന്റെ തൊട്ട് മുമ്പിൽ മോഹൻലാൽ കാറി വന്നിറങ്ങിയായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗോഡൌണുകളിൽ ഷൂട്ട് ചെയ്യാം, റോഡിൽ പറ്റില്ല. അതായത് ബാക്കി കടകളുടെ കച്ചവടം പോകുന്ന രീതിയിൽ വർക്കിംഗ് അവേഴ്സ് പറ്റില്ല. എന്നല്ലെങ്കിൽ 6 to 9, അതല്ലെങ്കിൽ രാത്രി ഷൂട്ടിംഗ്. ഹെറിറ്റേജ് ബീറേമൻ തുടങ്ങിയോ? ഇതാണ് ചുണ്ടൻ വെള്ളം അകത്തുണ്ടേ. ലോകത്തിൽ എടുത്താലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഇതുവരെ ഉള്ളിൽ കയറി ആണോ? നല്ല നീളം കൂടി ചുണ്ടൻ വെള്ളം അങ്ങ് അറ്റം വരെയുണ്ട്. എന്താ തണുപ്പതിൻ്റെ ഉള്ളിൽ. ഞാൻ ഇതിനുള്ളിൽ ആദ്യമായിട്ട് കയറണം. ഈ ചായക്കട ഇപ്പോഴും ഉണ്ടോ? ചേച്ചിയുടെ ചായക്കട. വൈകിട്ട് വാടക കഴിക്കാറുണ്ട്. കടി മറ്റേ കപ്പലിൽ കടക്കാരൻ വരണ്ട. ഇത് നമ്മുടെ അടുത്ത കടകൾ കേട്ടോ. ഇത് ആ തുണിക്കട വരെയുള്ള കടയുണ്ട്. അങ്കിൾ ഇവിടെ നിന്ന് പോയി. ഹായ്, ഞങ്ങൾ ഓൾറെഡി ഇവിടെ ആദ്യം വന്നാ കേട്ടോ. ആദ്യം വന്ന് സാധനങ്ങളൊക്കെ വെച്ച് പിന്നെ തിരിച്ച് അപ്പുറത്തെ കടലായിട്ട് നടക്കാൻ പോയതാണ്. അപ്പോൾ ഷാലു അല്ല ഡിയോൺ അപ്പുറത്തെ അടുത്ത കടലൊക്കെ കാണിക്കാൻ പോയതാണ്. ഇതിൻ്റെ ഉള്ളിൽ അതേ മണം തന്നെയാണ്, മരത്തിൻ്റെ. ഇവിടെ ഉണ്ട് കുറേ ആൻറ്റിക്സും കാര്യങ്ങളൊക്കെ, ബ്രാസിൻ്റെ ഐറ്റംസും, ക്ലോക്കും ഗ്രാമഫോണും ഫോണും എല്ലാം ഉണ്ട്. മുകളിൽ സെറ്റപ്പ് ഉണ്ട്. എനിക്ക് ഏണിപ്പടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുകളിലിരുന്ന ഫുഡ് കഴിക്കാറ്. ഇത് കിടക്കാൻ വാച്ചാ ക്ലോക്ക് കേട്ടോ. സെറ്റ്. പോവാം. നമ്മൾ നേരെ പുറത്തോട്ട് പോയിട്ടെ നേരെ വണ്ടി എടുത്തിട്ട് നേരെ ഇവൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോകും. ശർമ്മതി ഇവിടെ ആയിരുന്നു കാറിൻ്റെ ഫ്രണ്ടിലേ മോഹൻലാൽ വന്ന് നിർത്തി. എൻ്റെ തൊട്ട് മുമ്പിലൊന്ന് മോഹൻലാൽ ഇറങ്ങി. അതിവിടെ വെച്ച് നടരാജ് വിഗ്രഹം നോക്കി. എന്താ മരത്തിൻ്റെ വർക്ക് നോക്കി. ആ ജൂട്ടോണ്ട ബോർഡൊക്കെ പുതിയ അത്ര ഒന്നും പോരാന്നാണ് നോക്കാം. ബസ്സുകൾ ഇത് ഇവിടെ ഷിപ്പ് ഉണ്ട്, 3 days ഷിപ്പ് ഉണ്ട്. അപ്പൊ അവരെ കൊണ്ട് വന്ന ടൂറിസ്റ്റ് ബസ്സുകൾ. ഇതുപോലത്തെ ബസ്സാണ് ഞാൻ ഓടിക്കുന്നത്, വൈറ്റ് കളർ. ഇത് നമ്മളങ്ങനെ വണ്ടി എടുത്ത് മട്ടാഞ്ചേരി സബ് ജയിലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇവിടെ തീരുവാണ്. എല്ലാവരും ഹായ് പറഞ്ഞേ, ബൈ പറഞ്ഞേ. ബൈ. അടുത്ത വീഡിയോയുമായിട്ട് ബിസിനസ്മാൻ ഷാലുവുമായി ഡിയോണുമായി ഞാൻ വീണ്ടും വരും. വാട്ടർ മെട്രോ എടുക്കും ഞങ്ങൾ. വാട്ടർ മെട്രോ അത് കയറിയില്ല, ടച്ച് പാലസ് കയറിയില്ല. സമയം തരായോ? 2 മണിയായി. വിശക്കണേ. ബീഫോർ ബിരിയാണിയിലെ ബിരിയാണി. അതെ, ബീഫോർ ബിരിയാണി ഉണ്ട്, കായസ് ഉണ്ട്. പക്ഷെ ബീഫോർ ബിരിയാണി ഇപ്പൊ ഇവിടത്തെ കേരള ബ്ലോഗിംഗിൽ വൺ മോർ ഫേമസ് ആണ്. ബീഫോർ ബിരിയാണി ഉണ്ട്, പണ്ടാരീസ് ഉണ്ട്, കായസ് ഉണ്ട്. നമ്മൾ ബീഫോറിലെ ബിരിയാണിയാണ് മേടിച്ചേക്കണത്. അത് കഴിക്കട്ടെ. അത് കഴിച്ച് ഇന്നത്തെ ഇവിടെ സമാധിയായിട്ട് വൈകിട്ട് വേറെ യാത്രകളൊക്കെ ഉണ്ട് കൊച്ചി തന്നെ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.